ഇസ്രായേലുമായി ദീർഘകാല വെടിനിർത്തലിന് തയ്യാറെന്ന ഹമാസ്. വെടിനിർത്തൽ കാലയളവിൽ സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുമെന്നും ഹമാസ്. മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഹമാസ് വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് അറിയിക്കുന്നു. പക്ഷേ ഹമാസിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയുമോ? ഐസൺ ജോസ്. വിനോദ്, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? ഇവിടെ വെടിനിർത്തൽ, അതായത് ഇസ്രായേലുമായി ദീർഘകാല വെടിനിർത്തലിന് തയ്യാറെന്ന് ഹമാസ് അറിയിക്കുന്നു. വെടിനിർത്തൽ കാലയളവിൽ സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കാമെന്നും ഹമാസ് അറിയിക്കുന്നു. അപ്പോൾ ഹമാസിന്റെ ഈ വാക്കുകൾ എത്രമാത്രം വിശ്വസനീയമാണ് ഐസൺ ജോസ്? വിനോദ്, നിലവിലെ സാഹചര്യത്തിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിലപാട് പുറത്തു വരുന്നതിന്റെ അടിസ്ഥാന കാരണം ഇറാന്റെ ആണവായുധ ശേഖരം നിയന്ത്രിക്കുന്നതിനുള്ള കർശനമായ നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇറാൻ ഇത്തരത്തിലുള്ള ആണവായുധ ശേഖരം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള നീക്കത്തിന് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതോടെ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾക്കെല്ലാം തന്നെ പിന്തുണ ലഭ്യമാകുന്നത് കുറെ കൂടി ദുർബലമാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഈ ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഹമാസിന്റെ നിലപാട് എന്നാണ് പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ രാഷ്ട്രീയ കാരണമായി സൂചിപ്പിക്കപ്പെടുന്നത് മറ്റൊരു സുപ്രധാന ഘടകം തകർന്നടിഞ്ഞ ഗാസയെ പുനരുജ്ജീവിപ്പിക്കുക അല്ലെങ്കിൽ വീണ്ടും പുനർനിർമ്മിക്കുക എന്നത് ഒരു തരത്തിലും ഹമാസിന് സാധ്യമായ ഒരു കാര്യവുമല്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ആ വെടിനിർത്തൽ അനിവാര്യമായ ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ദീർഘകാല വെടിനിർത്തലിനുള്ള ഒരു ധാരണയ്ക്ക് തയ്യാറെന്ന നിലപാട് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. 5, 10, 15 വർഷം, ആ 3 ടേമുകളിലുള്ള ഒരു ദീർഘകാല വെടിനിർത്തലിന് തയ്യാറാണെന്നാണ് ഈജിപ്തും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഹമാസ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു മധ്യസ്ഥത്തിനുള്ള സാധ്യത തുറക്കാമെന്ന ഒരു ധാരണയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു ധാരണ മുന്നോട്ട് വെക്കുന്നതിലൂടെ ഹമാസ് ഉദ്ദേശിക്കുന്നത് ആ ഗാസയുടെ പുനർനിർമ്മാണവും സ്വാഭാവികമായും തങ്ങൾ സൈനികമായി ദുർബലമായി തീരുന്ന ഒരു സാഹചര്യത്തിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നീക്കവുമാണ്. മാത്രമല്ല ഹമാസ് വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലൊരു ധാരണയിലെത്തുകയാണെങ്കിൽ ടണലുകൾ നിർമ്മിക്കുക, അതായത് ഗാസയിൽ വിവിധയിടങ്ങളിൽ വിശാലമായ രീതിയിൽ ടണലുകൾ നിർമ്മിച്ച് അവിടങ്ങളിലൊക്കെ ഇത്തരത്തിൽ ബന്ദികളെ പാർപ്പിച്ച വിഷയങ്ങളെല്ലാം തന്നെ വാർത്തകളിൽ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള ടണൽ നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെക്കാമെന്നും ആയുധ സംഭരണം നിർത്തിവെക്കാമെന്ന നിലപാടാണ് മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല വളരെ സുപ്രധാനമായ മറ്റൊരു നിലപാട് കൂടി പറയുന്നത് പാലസ്തീൻ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിന്റെ പാലസ്തീൻ അതോറിറ്റി എന്ന് അമേരിക്ക വിശേഷിപ്പിക്കുന്ന സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു സാങ്കേതിക വിദഗ്ധരുടെ സമിതിയെ ഗാസയുടെ പുനർനിർമ്മാണം ഏൽപ്പിക്കുകയാണെങ്കിൽ ഹമാസ് പൂർണ്ണമായും പിന്മാറാമെന്ന നിലപാടും അറിയിക്കുന്നുണ്ട്. തീർച്ചയായും ഹമാസ് തങ്ങളുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. മാത്രമല്ല ഇറാന്റെ പിന്തുണയോടെ ഇനി തുടർന്നങ്ങോട്ട് ഈ നീക്കം നടത്തുക സാധ്യമാകുക എത്ര കണ്ട് പ്രായോഗികമാണ് എന്ന ആശങ്കയും ഹമാസിനുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈജിപ്തിനെയും ഖത്തറിനെയും കൃത്യമായി വെടിനിർത്തലിനുള്ള ധാരണയ്ക്ക് തയ്യാറെന്ന് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ബന്ധുക്കളുടെ കാര്യമൊന്നും പരാമർശിച്ചിട്ടില്ല എങ്കിൽ കൂടി വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെ മോചനം ഉൾച്ചേർക്കപ്പെട്ട ഒരു സാഹചര്യം കൂടിയുള്ളതിനാൽ ബന്ധുക്കളുടെ മോചനവും ഇതോടൊപ്പം സാധ്യമാക്കുക എന്ന ഒരു തയ്യാറെടുപ്പും ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഗാസയുടെ പുനർനിർമ്മാണമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മിലീഷ്യയായി നിലനിന്ന് ഗാസയുടെ അധികാരം നിയന്ത്രിക്കുന്നതോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദുർബലമായ നീക്കങ്ങളാണ് ഇനി നടത്താൻ സാധിക്കുക എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പിന്തിരിയാനുള്ള നീക്കം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഗൗരവതരമായി തന്നെ ഈജിപ്തും അതുപോലെ തന്നെ ഖത്തറും കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇസ്രായേലും ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകൾക്കനുസരിച്ചായിരിക്കും അടുത്ത നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇസ്രായേലുമായി ദീർഘകാല വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഹമാസ് അറിയിക്കുന്നു. വെടിനിർത്തൽ കാലയളവിൽ സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കാമെന്നും ഹമാസ് ഉറപ്പ് നൽകുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.